Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണി ആട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ബിരിയാണി റൈസ്. ഇത് 250 ml ന്റെ 1 കപ്പ് ആട്ടോ. 2 കപ്പ് വെള്ളം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. 1 ചെറുനാരങ്ങ. ചെറിയ കഷ്ണം കറുവപ്പട്ട. 3 ഗ്രാമ്പൂ. 3 ഏലക്ക. 2 ഇതള് ജാതിപത്രി. 1 ബേ ലീഫ്, കുറച്ച് ഉപ്പ്. ആദ്യമേ ചോറൊന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവണം. ഈ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് സ്പൈസസ് എല്ലാം ചേർക്കാം. ബേ ലീഫ് 2ആയിട്ട് കീറിയിടുവാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അത് മൂക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നെയ്യിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. അപ്പോൾ അരി ഞാൻ കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരിപ്പപാത്രത്തിലാണ് വെച്ചിരുന്നത്. ഇനി ഈ അരി ഈ നെയ്യിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് ആ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. പൊരിഞ്ഞ് വരുന്നൊരു സൗണ്ട് കേൾക്കും. അന്നേരത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന അരി 2 പേർക്കുള്ള ക്വാണ്ടിറ്റി ആട്ടോ. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്കിപ്പോൾ പ്രാവശ്യം പ്രവാസികൾക്കുള്ള കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് ഈ ബിരിയാണി റൈസ് കേട്ടോ. ഇത് കണ്ടിട്ട് ജീരശാല റൈസ് എന്നാണ് തോന്നുന്നത്. അതുപോലെ നെയ്യും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന കേട്ടോ. റൈസ് ഒന്ന് മൂത്തിട്ടുണ്ട്. അതങ്ങനെ നല്ല പൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ ക്വാണ്ടിറ്റിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പകുതി നാരങ്ങ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ നാരങ്ങ നീര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നാരങ്ങ ചേർക്കുന്നത്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചേക്കുന്ന വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുന്നത് വരെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. വെട്ടി തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നല്ലപോലെ ലോ ആക്കുക കേട്ടോ. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇച്ചിരി സമയം ആയിട്ടുണ്ട്. എന്തായി നോക്കാം. ചോറിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതുപോലെ ചോറ് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് അതുപോലെ തന്നെ നമ്മൾ അടച്ചു വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അത് ബാക്കിയും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് തുറക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിനുള്ള മസാലയ്ക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനെടുത്ത് ഇങ്ങനെ 3 മുട്ട എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 10 വെളുത്തുള്ളി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളക്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. അത് ഇതുപോലെ ഒരു ഇടികലയിലോട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഇതുപോലെ ചതച്ചെടുക്കുന്നതിനാട്ടോ. പച്ചമുളക് അത് ചതച്ചെടുത്തിട്ടുണ്ട്. 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡർ, ഒരു വലിയ തക്കാളി, 2 വലിയ സവാള. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഉപ്പ് ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഇനി ഇതിനായിട്ടൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ സവാള മാത്രമേ കോരിയെടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് നെയ്യ് കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ചേർക്കാം.
അത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കാം. ഇനി ഇത് പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇത് എണ്ണയിൽ വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സവാള ചേർക്കാം. മുഴുവനായിട്ട് ഇറക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതിനായിട്ട് ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാ മസാലപ്പൊടികളും ചേർക്കാം. ഇതിനകത്ത് ചേർത്തേക്കുന്ന പൊടിയുടെ പച്ച ഫ്ലേവർ ഒന്ന് പോകണം. അന്നേരം ആ പൊടി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ളൂ. പക്ഷേ മുട്ടയല്ലേ, മുട്ടയ്ക്ക് ആകുമ്പോഴത്തേക്കും അധികം മസാല വേണ്ട. പൊടികളും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈരാണേ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ സവാള ചേർത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഒരുപാട് ചേർക്കരുത്. ഇതിലിനി ഉപ്പ് പിടിക്കാനായിട്ട് വേറെ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് പിടിക്കും. പക്ഷേ ഇതിലിപ്പം മുട്ടയിലേക്ക് അധികം ഉപ്പൊന്നും പിടിക്കത്തൊന്നുമില്ല. നമ്മൾ ചോറിൻ്റെ അകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കണേ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മുട്ട നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ഫ്ലേവർ അതിൽ അധികം ഇറങ്ങത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് 2 മുട്ട മാത്രം ഇതിലേക്ക് ചേർക്കുകയാണ്. ബാക്കി 1 മുട്ട ഞാൻ ഇതുപോലെ പൊടിച്ചാണ് ചേർക്കുന്നത്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ടയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് ചോറിൻ്റെ അകത്തുണ്ടാവും. ഇതുപോലെ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന മുട്ടയും ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കും. അതിനുശേഷം നമുക്ക് ചോറ് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ചോറ് ഓൾറെഡി വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് ദം ഇട്ടയച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ചോറ് ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുതിർത്ത് വെച്ച അരിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കുതിർത്ത് വെക്കണം എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനങ്ങനെ കുതിർത്ത് വെക്കാറില്ല. നല്ല കറക്റ്റ് വേവാണ് അയക്കുന്നത്. നല്ല അരി തന്നെയാണ് കേട്ടോ ഇത്. ആ അരി ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതിങ്ങനെ എല്ലാ വശത്തും ഒന്നാക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിങ്ങനെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇത് കണ്ടോ, ചോറൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല വിട്ട് വിട്ടാട്ടോ കിടക്കുന്നത്. അതാണ് ചോറ് നല്ല വെന്തിട്ടും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതുണ്ട്, കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ മുല്ലേനെ എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഇത് മുകളിൽ വരുന്ന ഭാഗമല്ലേ, അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുക്കണേണ്. അതിനുശേഷം കുറച്ച് ചോറ് വെച്ച് കൊടുക്കാം. ഒരു മുട്ട വെച്ച് കൊടുക്കാം.
കുറച്ച് മസാല, ബാക്കി ചോറ് വെച്ച് കൊടുക്കാം. ചോറ് വെക്കുമ്പോൾ നല്ല ടൈറ്റാക്കി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും. ഇത് കണക്ക് കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കമത്തി കൊടുക്കുക. പതുക്കെ ഈ പ്ലേറ്റ് മാറ്റുക. അടിപൊളി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് പുതിന ചമ്മന്തിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുട്ട ഇങ്ങനെ പൊടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് മുട്ടയുടെ ഫ്ലേവർ നല്ല പോലെ ചോറിനുണ്ട് കേട്ടോ. പൊടിച്ച് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ജസ്റ്റ് ആ മസാലയുടെ ഫ്ലേവർ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.